ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പാർട്ട് എയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. പാർട്ട് ബിയിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എയിൽ നേരത്തെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് ബിയിലും നമ്മൾ 5 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ വിത്ത് നീറ്റ് സ്കെച്ച്. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അതായത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ വാട്ട് മീറ്ററിൻ്റെ ഡയഗ്രാം ഭംഗിയായിട്ട് വരച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഡയഗ്രാമത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 ടൈപ്പ് കോയിൽസ് ഉണ്ട്. ഇവിടെ ഒരു ഫിക്സഡ് കോയിലുണ്ട്, ഇവിടെ ഒരു ഫിക്സഡ് കോയിലുണ്ട്. ക്ലിയർ ആവുണ്ടോ? അപ്പം ഫിക്സഡ് കോയിൽ 2 പാർട്ടിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. ഇനി അതിനിടയിൽ ഒരു മൂവിങ് കോയിലുണ്ട്, അതാണ് ഇവിടെ മൂവിങ് കോയിൽ. ഈ മൂവിങ് കോയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ മൂവിങ് കോയിലുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ആര്? നമ്മളുടെ നീഡിൽ. ഓക്കെ, അപ്പോൾ മൂവിങ് കോയിൽ ആണ് ഇതിൽ മൂവ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നീഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ സ്കെയിലിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒരു ഡയഗ്രാം വരുന്നത്, കൺസ്ട്രക്ഷൻ ഡയഗ്രാം വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്നത് ഈ സൈഡാണ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺസ്ട്രക്ഷനിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ. വെൻ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഫിക്സ്ഡ് കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഒരു ഫിക്സ്ഡ് കോയിലുണ്ട്, റൈറ്റ് സൈഡിലും ഒരു ഫിക്സ്ഡ് കോയിലുണ്ട്. അപ്പോൾ ആ 2 ഫിക്സ്ഡ് കോയിലും എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഹൂസ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ത്രൂ ദ ഫിക്സ്ഡ് കോയിൽ. അതായത് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മളവിടെ കൊടുക്കുന്ന കറണ്ടിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് കറണ്ട് കൂടുതലാണെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, കറണ്ട് കുറവാണെങ്കിലോ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ദ മൂവിങ് കോയിൽ ഈസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ ദ ഫിക്സ്ഡ് കോയിൽ. 2 ഫിക്സ്ഡ് കോയിലിൻ്റെയും ഇടയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മൂവിങ് കോയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെൻ കറണ്ട് പാസസ് ത്രൂ ദ മൂവിങ് കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം എ ടോർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ മൂവിങ് കോയിൽ. ഒരു മൂവിങ് കോയിലിന്മേൽ ഒരു ടോർക്ക് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോർക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഹെൻസ് ദ സ്പിൻഡിൽ ഈസ് റൊട്ടേറ്റഡ് ആൻഡ് ദ പോയിൻ്റർ, അതായത് നീഡിൽ മൂവ്സ് ഓൺ ദ കാലിബ്രേറ്റഡ് സ്കെയിൽ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിവിടെ പറഞ്ഞു ഈ ഫിക്സ്ഡ് കോയിലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഫിക്സ്ഡ് കോയിലിൽ കറണ്ട് ഇതിലൂടെ കയറി ഇവിടെയും ഫിക്സ്ഡ് കോയിലിൽ കറണ്ട് എത്തും. അപ്പോൾ ഇവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ക്ലിയർ ആവുണ്ടാവും. അതേസമയം കറണ്ട് ഇതിലൂടെ വന്ന് എങ്ങോട്ടും എത്തുന്നുണ്ട്? ഈ മൂവിങ് കോയിലിലേക്കും കറണ്ട് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ 2 ഫിക്സ്ഡ് കോയിലിൻ്റെ ഇടയിൽ ഇവിടെ ഒരു മൂവിങ് കോയിലിൽ കറണ്ട് എത്തുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഒരു ടോർക്ക് അനുഭവപ്പെടും ഈ മൂവിങ് കോയിലിന്. ഓക്കെ, മൂവിങ് കോയിലിന് ടോർക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ സ്പിൻഡിൽ മൂവ് ചെയ്യും. സ്പിൻഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റർ എന്ത് ചെയ്യും? പോയിൻ്റർ മൂവ് ചെയ്യും. പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ട് മീറ്ററിൻ്റെ സ്കെയിലിൽ എന്ത് ചെയ്യാൻ പറ്റും? റീഡിങ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഈ ഡയഗ്രാം ഭംഗിയായിട്ട് വരച്ച് വെക്കുക, ആ പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ മെഷർമെൻറ്റ് ഓഫ് 3 ഫേസ് പവർ ബൈ യൂസിങ് 2 വാട്ട് മീറ്റേഴ്സ്. അതായത് 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു 3 ഫേസ് സർക്യൂട്ടിലെ പവർ മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ മെഷർമെൻറ്റ് ഓഫ് 3 ഫേസ് പവർ ബൈ യൂസിങ് 2 വാട്ട് മീറ്റേഴ്സ്. അതായത് 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട്
ഒരു 3 ഫേസിലെ പവർ എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. അതായത് ഒരു 3 ഫേസിൽ 2 വാട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന രീതിയാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഫേസ് ഉണ്ട് ഇവിടെ. ഇതാണ് ആർ ഫേസ്, ഓക്കെ. ഇതാണ് നമ്മളുടെ വൈ ഫേസ്, ഇതാണ് നമ്മളുടെ ബി ഫേസ്. ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ്, അങ്ങനെ 3 ഫേസ് ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ 3 ഫേസ് ഉണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ എത്ര വാട്ട് മീറ്ററേ ഉള്ളൂ? 2 വാട്ട് മീറ്ററേ ഉള്ളൂ. 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടോട്ടൽ പവർ എന്ത് ചെയ്യണം? നമുക്ക് മെഷർ ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, വാട്ട് മീറ്റേഴ്സിന് 2 ടൈപ്പ് കോയിലുണ്ടാവും. ഓക്കെ, വാട്ട് മീറ്റേഴ്സിന് 2 ടൈപ്പ് കോയിലുണ്ടാകും. അതിലൊന്ന് കറണ്ട് കോയിൽ എന്നാണ് പറയുക. ഫസ്റ്റത്തെ കോയിൽ നമ്മൾ കറണ്ട് കോയിൽ എന്നാണ് പറയുക. രണ്ടാമത്തെ കോയിൽ നമ്മൾ പ്രഷർ കോയിൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ കറണ്ട് കോയിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കാണിച്ചിട്ടുള്ളത് കറണ്ട് കോയിലാണ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അതാ ഇവിടെയുണ്ട് കറണ്ട് കോയിൽ. അതുപോലെ വാട്ട് മീറ്ററിന് പ്രഷർ കോയിൽ ഉണ്ടാവും. പ്രഷർ കോയിലാണ് ഇത് നമ്മളിങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടെ പ്രഷർ കോയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കോയിലുണ്ടാവും, സെക്കൻഡ് കോയിൽ. ഇതിനാണ് നമ്മൾ പ്രഷർ കോയിൽ എന്ന് പറയാം. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പോൾ കറണ്ട് കോയിലും പ്രഷർ കോയിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വാട്ട് മീറ്ററിൻ്റെ 2 കോയിൽസാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഫസ്റ്റത്തെ ഫേസിൽ നമ്മളൊരു വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫേസിൽ നമ്മളൊരു വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണത് കണക്ട് ചെയ്തിട്ടുള്ളത്? കറണ്ട് കോയിൽ നേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് ആയിട്ട് കറണ്ട് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രഷർ കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുന്ന് എടുത്തിട്ട് കണ്ടോ, പ്രഷർ കോയിൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് എങ്ങോട്ടോ വെച്ചിട്ടുള്ളത്? ഈ ബി ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഷർ കോയിൽ വെച്ചിട്ടുണ്ട്. ക്ലിയർ ആവുണ്ടോ? പ്രഷർ കോയിലിൻ്റെ കണക്ഷൻ വന്ന് നിൽക്കുന്നത് അവിടെയാണ്. പ്രഷർ കോയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എവിടെ വന്ന് നിൽക്കുന്നത്? ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ആണോ? സെറ്റല്ലേ? അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ആർ ഫേസിൽ നമ്മളൊരു വാട്ട് മീറ്റർ വെച്ചു. അതിൻ്റെ കറണ്ട് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ പ്രഷർ കോയിൽ നമ്മൾ ബി ഫേസിലേക്ക് കണക്ട് ചെയ്തു. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, അതുപോലെ അടുത്തൊരു വാട്ട് മീറ്റർ നമ്മൾ ഈ വൈ ഫേസിൽ വെക്കുകയാണ്. കറണ്ട് കോയിൽ കണ്ടോ, ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. പ്രഷർ കോയിൽ നേരത്തെ പോലെ തന്നെ എങ്ങോട്ട് കണക്ട് ചെയ്തു? ബി ഫേസിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇവിടെ? അതായത് മൂന്നാമത്തെ ഒരു ഫേസ് നമ്മൾ പ്രഷർ കോയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ്. ക്ലിയർ ആവുണ്ടോ? മൂന്നാമത്തെ ഫേസിൽ എന്ത് മാത്രമേ ഉള്ളൂ? മൂന്നാമത്തെ ലൈനിൽ പ്രഷർ കോയിൽ മാത്രം കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. ക്ലിയർ ആവുണ്ടോ? അതിൽ കറണ്ട് കോയിൽ വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നിങ്ങളുടെ പോയിന്റ് നോക്കൂ നിങ്ങൾ. ദ പവർ കൺസ്യൂംഡ് ബൈ എ 3 ഫേസ് ലോഡ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് 2 വാട്ട് മീറ്റേഴ്സ്. അതായത് ഒരു 3 ഫേസ് ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവർ നമുക്ക് 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. ഓക്കെ, ഇനി അത് എങ്ങനെയാണെന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഫോർ ദാറ്റ് കറണ്ട് കോയിൽ ഓഫ് വാട്ട് മീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എനി 2 ഫേസ് ലൈൻ. അതായത് ഏതെങ്കിലും 2 ഫേസ് ലൈനിൽ കറണ്ട് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആർ ഫേസിലും വൈ ഫേസിലുമാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ആണ്ടോ, ഇൻ ഫിഗർ കണക്റ്റഡ് ഇൻ ആർ ആൻഡ് വൈ ലൈൻസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പറഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ശേഷം ആൻഡ് ദ പ്രഷർ കോയിൽസ് ആർ കണക്റ്റഡ് ടു ദ 3rd ഫേസ് ലൈൻ. അതായത് 3rd ഫേസ് ലൈൻ ഏതാ? ബി ആണ്. അപ്പോൾ ഇതിലേക്കാണ് പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? പിന്നെന്താ പറഞ്ഞേ? ദെൻ ദ ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ് ഈസ് ആൽജിബ്രൈക് സം ഓഫ് റീഡിങ്സ് ഇൻ ഈച്ച് വാട്ട് മീറ്റേഴ്സ്. അതായത് അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പവർ എങ്ങനെ കിട്ടുക? ടോട്ടൽ പവർ W ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പവറും കൂടി കൂട്ടിയാൽ മതി. അതായത് ഈ W1 എന്ന് പറയുന്ന വാട്ട് മീറ്ററിൽ കാണിക്കുന്ന പവറും W2 എന്ന് പറയുന്ന ഈ വാട്ട് മീറ്ററിൽ കാണിക്കുന്ന പവറും കൂട്ടിയാൽ മതി. അപ്പോൾ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W1 പ്ലസ് എന്താണ്? W2 ആയിരിക്കും. ഓക്കെ, ഇതാണ് ടോട്ടൽ പവർ. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് W ഈക്വൽ ടു W1 പ്ലസ് W2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു 3 ഫേസിലെ പവർ മെഷർ ചെയ്യുക. ഓക്കെ, അടുത്തത് 8th ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആർക്ക് ഫർണേസസ്. ഓക്കെ, അതായത് ഡയറക്റ്റ് ആർക്ക് ഫർണേസിൻ്റെയും ഇൻഡയറക്റ്റ് ആർക്ക് ഫർണേസിൻ്റെയും വർക്കിംഗ് എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം. ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗേഴ്സ് വരച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം ആർക്ക് ഫർണേസസ് 2 ടൈപ്പ് ഉണ്ട്. അത് ഡയറക്റ്റ് ആർക്ക് ഫർണേസും അതുപോലെ ഇൻഡയറക്റ്റ് ആർക്ക് ഫർണേസും.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആർക്ക് ഫർണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഡയറക്റ്റ് ആർക്ക് ഫർണൈസ് എന്ന് മാത്രമാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആർക്ക് ഫർണൈസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ. ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആർക്ക് ഫർണൈസ് എന്ന് മാത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആവുണ്ടല്ലോ? ഓക്കെ. ഇനി അങ്ങനെയല്ല, ജനറലായിട്ട് വർക്കിംഗ് ഓഫ് ആർക്ക് ഫർണൈസസ് എന്ന് പറയുകയാണെങ്കിലോ, അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യണം? ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് രണ്ടും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടും കൂടി ഉൾപ്പെടുത്തി ഒറ്റ ക്വസ്റ്റ്യൻ ആക്കിയതാണ്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് കണ്ട് നോക്കൂ. ദർ ആർ 2 ടൈപ്സ് ഓഫ് ആർക്ക് ഫർണൈസസ്. 2 ടൈപ്പ് ആർക്ക് ഫർണൈസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ആർക്ക് ഫർണൈസ് ആൻഡ് ഇൻഡയറക്റ്റ് ആർക്ക് ഫർണൈസ്. ഓക്കെ. അപ്പോൾ 2 ടൈപ്പ് ആർക്ക് ഫർണൈസ് ഉണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പോൾ അതിൽ ഡയറക്റ്റ് ആർക്ക് ഫർണൈസിൻ്റെ ഡയഗ്രാമാണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇൻഡയറക്റ്റ് ആർക്ക് ഫർണൈസിൻ്റെ ഡയഗ്രാമാണ് ഈ കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് മാത്രം ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചിത്രം മാത്രം വരച്ചാൽ മതി. ഓക്കെ. ഇനി ഇൻഡയറക്റ്റ് മാത്രമാണ് ചോദിച്ചതെങ്കിലോ അതിൻ്റെ ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ നോക്കൂ, ഡയറക്റ്റിൽ നോക്കൂ. നിങ്ങൾ ഈ ഡയറക്റ്റിൽ 2 ഇലക്ട്രോഡ് ഉണ്ടാവും. ഇതാണ് ഒരു ഇലക്ട്രോഡ്, ഇതാണ് അടുത്ത ഇലക്ട്രോഡ്. ഓക്കെ. ഈ 2 ഇലക്ട്രോഡ്സും എങ്ങനെയാണ് വെക്കുക? ജസ്റ്റ് കണ്ട നിങ്ങൾ ഇവിടെ നമ്മളിവിടെ ചാർജ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വസ്തുവിൻ്റെ പേരാണെന്ത്? ചാർജ്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ചാർജിനെ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫർണൈസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹീറ്റ് ചെയ്യുന്ന വസ്തു എന്തായിരിക്കും? ഒരു മെറ്റലായിരിക്കും, ഒരു മെറ്റാലിക് ആയിരിക്കും. ചിലപ്പോൾ അയേണോ അലൂമിനിയോ സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, നമുക്ക് എന്ത് വസ്തുവാണോ ചൂടാക്കേണ്ടത്, ഹീറ്റ് ചെയ്യേണ്ടത്, ആ വസ്തുവാണ് എന്ത്? ചാർജ്. അപ്പോൾ നമുക്ക് സ്റ്റീലാണ് ഹീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചാർജ് എന്താണ്? സ്റ്റീലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിന് ഒരു എന്താണ് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മൾ ചാർജ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. ഇൻ ഡയറക്റ്റ് ആർക്ക് ഫർണൈസിൽ വെൻ സപ്ലൈ ഈസ് ഗിവൺ ടു ദ ഇലക്ട്രോഡ്സിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ആർക്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് കറണ്ട് പാസസ് ത്രൂ ദ ചാർജ്. ഓക്കെ. അതായത് നമ്മൾ ഇവിടെയാണ് സപ്ലൈ കൊടുക്കുക, ഇവിടെയും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് സപ്ലൈ കൊടുക്കുക. ഓക്കെ. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടങ്ങൾ ഇവിടെ ഒരു ആർക്ക് ഉണ്ടാവും. ക്ലിയർ ആവുണ്ടോ? ഇവിടെ ആർക്ക് ഉണ്ടാവും. ഓക്കെ. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2 പോയിന്റിലും ആർക്ക് ഉണ്ടാവും. അങ്ങനെ ആർക്ക് ഉണ്ടായിട്ട് ആ ആർക്ക് കാരണം ഈ ചാർജിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ആ സർക്യൂട്ട് എങ്ങനെ കംപ്ലീറ്റ് ആവുക നോക്കൂ നിങ്ങൾ. ഇവിടുന്ന് നമ്മൾ സപ്ലൈ കൊടുത്തു, ഇങ്ങനെ വന്ന് ഇവിടെ ആർക്ക് ഉണ്ടായി, അങ്ങനെ ആർക്ക് ഉണ്ടായി, ഈ ചാർജിക്ക് കറണ്ട് കടന്നു. ചാർജ് സ്റ്റീലാണല്ലോ അല്ലെങ്കിൽ അയൺ ആണല്ലോ, അപ്പോൾ ചാർജ് കറണ്ട് കടത്തി വിടും. ചാർജിക്ക് വന്നു, ഇതിലൂടെ വന്നു, ഇങ്ങനെ സർക്യൂട്ട് എന്താവും? കംപ്ലീറ്റ് ആവും. അപ്പോൾ ചാർജിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതായത് നമ്മൾ ചൂടാക്കേണ്ട, നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വസ്തുവിലൂടെ എന്തുണ്ടാകും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. ക്ലിയർ ആവുണ്ടോ? അതാണ് ഇവിടെ എഴുതി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് കറണ്ട് പാസസ് ത്രൂ ദ ചാർജ്. കറണ്ട് ചാർജിലൂടെ പാസ് ചെയ്യുന്നു. ദസ് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് റേഡിയേഷൻ. അതായത് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് കാരണം അവിടെ ഒരു ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത്, റെസിസ്റ്റൻസ് അതുപോലെ റേഡിയേഷൻ കാരണം. ഓക്കെ. അങ്ങനെയാണ് ഡയറക്റ്റിൻ്റെ വർക്കിംഗ്. ഇനി ഇൻഡയറക്റ്റിലേക്ക് വരുമ്പം ചെറിയൊരു മാറ്റമാണുള്ളത്. ബട്ട് ഇൻ ഇൻഡയറക്റ്റ് ആർക്ക് ഫർണൈസ് ഹീറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ റേഡിയേഷൻ ഓൺലി. അതായത് ഇൻഡയറക്റ്റിൽ ഇവിടെ നോക്കൂ നിങ്ങൾ. ഇൻഡയറക്റ്റ്ലി ഇതാണ് ഇലക്ട്രോഡ്, ഇതാണ് അടുത്ത ഇലക്ട്രോഡ്. ഓക്കെ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇലക്ട്രോഡ്സ് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ആർക്ക് ഉണ്ടാവുക. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ആർക്ക് ഇവിടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കറണ്ട് എങ്ങോട്ട് എത്തുന്നില്ല? ഈ ചാർജിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ചാർജിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. ഇൻഡയറക്റ്റിൽ ചാർജിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഡയറക്റ്റിൽ ചാർജ് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വസ്തുവിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇൻഡയറക്റ്റിൽ എന്തില്ല? നമുക്ക് ചാർജിലൂടെ എന്തില്ല? അതായത് ഹീറ്റ് ചെയ്യേണ്ട വസ്തുവിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണത് ഹീറ്റ് ആവുന്നത്? അതായത് ഇവിടെ ആർക്ക് ഉണ്ടാകുമ്പോൾ ഈ ആർക്കിൽ നിന്ന് റേഡിയേഷൻ കാരണമാണ് ഈ ചാർജ് എന്താവുക? ഹീറ്റ് ആവുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റേഡിയേഷൻ വരും. ആ റേഡിയേഷൻ കാരണം ഈ ചാർജ് എന്താവും? ഹീറ്റ് ആവും. അതാണ് പറഞ്ഞത് ഇൻ ഇൻഡയറക്റ്റ് ആർക്ക് ഫർണൈസ് ഹീറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു റേഡിയേഷൻ ഓൺലി. ക്ലിയർ ആവുണ്ടല്ലോ? ഓക്കെ. ഇനി
ആർക്ക് ഫർണേസിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ മെൽറ്റിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ആർക്ക് ഫർണേസ്. ഓക്കെ, ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ഡയറക്റ്റ് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസ്. അതായത് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യണം, എന്തിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, ഡയറക്റ്റ് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസ്. അതായത് ഇൻഡക്ഷൻ ഫർണൈസ് 2 ടൈപ്പ് ഉണ്ട്, കോർ ടൈപ്പും ഉണ്ട്, കോർലെസ്സും ഉണ്ട്. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോർ ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻഡക്ഷൻ ഹീറ്റിംഗ് നമ്മൾ നോട്ട് തന്നിട്ടുണ്ട്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രോസസ് മേക്സ് ദ യൂസ് ഓഫ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷൻ ഇൻ ദ മെറ്റീരിയൽ ടു ബി ഹീറ്റഡ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷൻ കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ഉണ്ടാവുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും അറിയാം. നമുക്ക് ട്രാൻസ്ഫോമർ നമുക്കറിയില്ലേ, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാണ്, മ്യൂച്വൽ ഇൻഡക്ഷനാണ്. അതായത് ട്രാൻസ്ഫോമറിന് 2 കോയിലുണ്ടാവും. ഓക്കെ, അതായത് ഒരു പ്രൈമറിയും അതേപോലെ സെക്കൻഡറിയും. ഓക്കെ, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുക, ഈ പ്രൈമറിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈ കൊടുക്കുക. ഓക്കെ, സപ്ലൈ കൊടുക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം ഇവിടെ സെക്കൻഡറിയിൽ എന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ പ്രൈമറിയിലേക്ക് ഇത് കൊടുക്കുമ്പം ഇവിടെ സെക്കൻഡറിയിൽ എന്തുണ്ടാവുന്നു, ഒരു കറണ്ട് ഉണ്ടാവുന്നു. ഓക്കെ, ഈ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ എന്തില്ല, നമുക്ക് പിന്നെ ഇലക്ട്രിക്കലി കണക്ഷൻ ഇല്ല, പക്ഷെ മാഗ്നറ്റിക്കലി കണക്ഷൻ ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രൈമറിയിലേക്ക് നമ്മളിത് കൊടുക്കുമ്പം സെക്കൻഡറിയിൽ എന്തുണ്ടാവുകയാണ്, ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാവുകയാണ്. അപ്പം അതേ പ്രിൻസിപ്പിളാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്, മേക്സ് മെറ്റീരിയൽ ടു ബി ഹീറ്റഡ്. ഓക്കെ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷൻ ദ മെറ്റീരിയൽ ടു ബി ഹീറ്റഡ്, ട്രാൻസ്ഫോമർ ആക്ഷൻ. ഓക്കെ, ഹിയർ ദ മെറ്റീരിയൽ ടു ബി ഹീറ്റഡ് ഷുഡ് ബി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ, അതായത് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന മെറ്റീരിയൽ ആയിരിക്കണം ഹീറ്റ് ചെയ്യുന്നത്. ഇറ്റ് യൂട്ടിലൈസസ് എഡി കറണ്ട് ലോസസ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ സിസ്റ്റം. അതായത് അങ്ങനെ വരുമ്പം അവിടെ ഒരു എഡി കറണ്ട് ലോസ് ഉണ്ടാകും. അതാണ് എന്തായിട്ട് മാറുന്നത്, ഹീറ്റായിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? എന്നിട്ട് നിങ്ങൾ ഈ ഡയഗ്രാം ക്ലിയർ ആവുണ്ടോ, ഈ ഡയഗ്രാം നിങ്ങൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. ഓക്കെ, അതായത് ഇവിടെ കണ്ട നിങ്ങൾ ഒരു കോറുണ്ട്, ആ കോറിൽ നമ്മൾ വൈൻഡിങ്സ് ചുറ്റിയിട്ടുണ്ട്. വൈൻഡിങ്സ് ചുറ്റി ഇതിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇൻഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആ ഇൻഡക്ഷൻ ഉണ്ടാകുമ്പം അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഉണ്ടാകുമ്പം അവിടെ ഒരു എഡി കറണ്ട് ലോസ് ഉണ്ടാവും. ആ ലോസ് ആണ് എന്തായിട്ട് മാറുന്നത്, ഹീറ്റായിട്ട് മാറുന്നത്. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി ഇൻഡക്ഷൻ ഫർണൈസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇൻഡക്ഷൻ ഫർണൈസസ്, അതായത് ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ ഫർണൈസസ്. കണ്ടോ, കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസ് ആൻഡ് കോർലെസ് ഇൻഡക്ഷൻ ഫർണൈസ്. 2 ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസസ് ഉണ്ട്, ഒന്ന് കോർ ടൈപ്പും മറ്റേത് കോർലെസ്സും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസ് ആണ്, അതായത് കോറുള്ള ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസ് ഈസ് എസെൻഷ്യലി എ ട്രാൻസ്ഫോമർ. ഓക്കെ, കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ പോലെ തന്നെയാണ്. അതിൻ്റെ ഡയഗ്രാം നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ കോർ ടൈപ്പ് ഇൻഡക്ഷൻ ഫർണൈസ്. ഓക്കെ, ഇതിൽ കണ്ടങ്ങൾ നമ്മൾ ട്രാൻസ്ഫോമർ പോലെ തന്നെയാണ്. കണ്ടോ, ഇതാണ്ടോ, ഇവിടെയാണ് പ്രൈമറി, ഇതാണ് പ്രൈമറി വൈൻഡിങ്. ഓക്കെ, സെക്കൻഡറി നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വസ്തു കണ്ടോ, ഹീറ്റ് ചെയ്യേണ്ട വസ്തുവിനെ ഇങ്ങനെ ഒരു ക്രൂസിബിൾ ഉണ്ടാക്കി, ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം ഉണ്ടാക്കി നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വസ്തുവിനെ ആ പാത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പാത്രം അല്ലെങ്കിൽ ട്രഫ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇവിടെ എഴുതി കണ്ടെങ്കിൽ ട്രഫ്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വസ്തുവിനെ നമ്മളിവിടെ ട്രഫിൽ ഒരു പാത്രത്തിൽ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പ്രൈമറി വൈൻഡിങ് ആരാണ്, പ്രൈമറി വൈൻഡിങ് ഇതാണ്. സെക്കൻഡറി വൈൻഡിങ് ആരാണ്, സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ഇവിടെ ആക്കിയിട്ടുള്ളത്, നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട വസ്തു ഉണ്ടല്ലോ, അതായത് ചാർജ് എന്ന് നമ്മൾ വിളിക്കുന്ന ഹീറ്റ് ചെയ്യേണ്ട വസ്തുവാണ് ഇവിടുത്തെ സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടങ്ങൾ ചാർജ് ഫോംസ് ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട്. ഓക്കെ, ഇൻ കോർലെസ് ഫർണൈസ് ഇഫ് ദ കണ്ടെയ്നറി കണ്ടക്റ്റിംഗ് ദെൻ ദ ചാർജ് ക്യാൻ ഹാവ് എയ്തർ കണ്ടക്റ്റിംഗ് ഓർ നോൺ കണ്ടക്റ്റിംഗ്. ഇഫ് ദ കണ്ടെയ്നർ ഈസ് നോട്ട് കണ്ടക്റ്റിംഗ് ദെൻ ദ ചാർജ് മസ്റ്റ് കണ്ടക്റ്റിംഗ്. അതായത് ഇവിടെ നോക്കണം, 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് ഏത് മാത്രം മതി,
കോർ ടൈപ്പ് മാത്രം മതി. പക്ഷേ എന്നാലും നമ്മൾ കോർലെസ്സും കൂടി ഇതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. കോർലെസ്സിൻ്റെ ഡയഗ്രം ഇതാണ്. കോർലെസ് ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു കോർ ഉണ്ട്, പക്ഷേ ഇതിന് ആ കോർ ഇല്ല. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഒരു പാത്രം മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ കോർലെസ്സിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ കണ്ടെയ്നർ കണ്ടക്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ചാർജ് കണ്ടക്റ്റിംഗ് ആവാം, അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ആവാം. ഇനി ഈ കണ്ടെയ്നർ പിന്നെ നോൺ കണ്ടക്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ചാർജ് മസ്റ്റ് ബി കണ്ടക്റ്റിംഗ്. ചാർജ് എന്താണോ കണ്ടക്റ്റിംഗ് ആവണം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, പ്രൈമറിയിൽ കറണ്ട് കൊടുക്കും. അപ്പോൾ ഈ കോറിലൂടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം ഈ ചാർജിൽ എന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. അങ്ങനെ ആ ചാർജിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അവിടെ ഒരു എഡ്ഡി കറണ്ട് ലോസ് ഉണ്ടാകും. ആ എഡ്ഡി കറണ്ട് ലോസാണ് നമുക്ക് ഹീറ്റായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം നമുക്ക്. അതും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് അനീലിംഗ് ഓഫ് ബ്രാസ് ആൻഡ് ബ്രോൺസ്, അതുപോലെ വെൽഡിംഗ് ഓഫ് മെറ്റൽ, അതായത് മെൽറ്റിംഗ് ആൻഡ് സോൾഡറിങ് ഓഫ് ഓപ്പറേഷൻ, പിന്നെ ഡ്രൈയിങ് പോയിൻറ്റ്സ് ഓഫ് മെറ്റൽ, സ്റ്റെറിലൈസിങ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ്. ക്ലിയർ ആണോ? ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് പാർട്ട് ബിയിലൊക്കെ, ലിസ്റ്റ് ദ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിൻറ്റും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഡൈലക്ട്രിക് ഹീറ്റിംഗ് ആൻഡ് ലിസ്റ്റ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതായത് ഡൈലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഇത് രണ്ട് ക്വസ്റ്റ്യനെ ഞാൻ ഒന്നാക്കി മാറ്റിയതാണ്. അതായത് ചില ക്വസ്റ്റ്യനിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡൈലക്ട്രിക് ഹീറ്റിംഗ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പാർട്ട് ബിയിൽ 6 മാർക്കിന് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, ചിലപ്പം എന്താണ്ടായാലേ ലിസ്റ്റ് ദ അപ്ലിക്കേഷൻസ് ഓഫ് ഡൈലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ചോദിക്കും. ഓക്കെ, അതും 6 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ 6 പോയിൻ്റ് എഴുതേണ്ടി വരും. ഓക്കെ, ഞാനിത് രണ്ടും കൂടി എന്ത് ചെയ്തു, ഒറ്റ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റി. അതായത് അതിൻ്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുക, അതിൻ്റെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താണ് ഡൈലക്ട്രിക് ഹീറ്റിംഗ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡൈലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജനറേഷൻ ഓഫ് ഹീറ്റ് ഇൻ എ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഓർ ഫീൽഡ്. ഓക്കെ, അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫീൽഡ് കൊടുത്തിട്ട് നമ്മളൊരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുക. എങ്ങനെയുള്ള വസ്തുവിനെയാണ് ഹീറ്റ് ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, അതായത് കറണ്ട് കടത്തി വിടാത്ത വസ്തു, അതാണ് ഡൈലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കറണ്ട് കടത്തി വിടാത്ത ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും എന്ത്, ഡൈലക്ട്രിക് ഹീറ്റിംഗ്. ഫോർ എക്സാമ്പിൾ പറയാം, കറണ്ട് കടത്തി വിടാത്ത വസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, പ്ലാസ്റ്റിക് ആവാം, പേപ്പർ ആവാം, അതുപോലെ നമ്മളുടെ എന്താ പറയുക ഈ ഉണങ്ങിയ മരങ്ങളാവാം. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, ഇതെല്ലാം കറണ്ട് കടത്തി വിടാത്ത വസ്തുക്കളാണ്. അപ്പോൾ ഇതിനൊക്കെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിലും പിന്നെ അതുപോലെ തന്നെ ആർക്ക് ഫർണേസിലും ആർക്ക് ഹീറ്റിങ്ങിലൊക്കെ എന്ത് മാത്രമേ പറ്റുള്ളൂ, അതായത് കണ്ടക്ട് ചെയ്യുന്ന കറണ്ട് കടത്തി വിടുന്ന വസ്തുക്കളെ മാത്രമേ അതിൽ ഹീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റീല്, അയേൺ, അലൂമിനിയം അങ്ങനത്തെ ഹീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡൈലക്ട്രിക് ഹീറ്റിങ്ങിലാണ് നമുക്ക് കറണ്ട് കടത്തി വിടാത്ത മെറ്റീരിയൽസിന് എന്ത് ചെയ്യാൻ പറ്റുക, ഹീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കറണ്ട് കടത്തി വിടാത്ത വസ്തുക്കളെ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്, ഡൈലക്ട്രിക് ഹീറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ദ ടെക്നിക് ഓഫ് ഡൈലക്ട്രിക് ലോസ് ടേക്കിംഗ് പ്ലേസ് in the dielectric or insulating material is analogous to the hysteresis loss taking place in ferromagnetic material. അതായത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുന്ന ഹിസ്റ്ററിസിസ് ലോസിന് തുല്യമാണ് എന്ത്, ഇവിടെ ഈ മെറ്റീരിയൽ ഉണ്ടാകുന്ന ഡൈലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൈലക്ട്രിക് ഹിസ്റ്ററിസിസ് എന്നുള്ള പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ പ്രിൻസിപ്പിൾ നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഡയഗ്രം കൂടി ഒന്ന് വരച്ച് വെക്കുക. ഓക്കെ, ഈ ഡയഗ്രത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ നിങ്ങൾ മേലൊരു മെറ്റൽ ഷീറ്റ് ഉണ്ട്, താഴെ ഒരു മെറ്റൽ ഷീറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനിടയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ചാർജ് ഹീറ്റ് ചെയ്യേണ്ട വസ്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഹീറ്റ് ചെയ്യേണ്ട വസ്തു എന്തായിരിക്കും, അതായത് കണ്ടക്റ്റിംഗ് അല്ലാത്ത വസ്തുവായിരിക്കും. ക്ലിയർ ആവുണ്ടോ? എന്നിട്ട് നമ്മൾ ഇവിടെ സപ്ലൈ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ കറണ്ട് പോയിട്ട് ഇവിടെയാണ് നിൽക്കുക, ഈ കറണ്ട് പോയിട്ട് ഇവിടെയാണ് നിൽക്കുക. അങ്ങനെ റേഡിയേഷൻ കാരണം ഈ വസ്തു ഇതിനിടയിൽ വെച്ചിട്ടുള്ള ചാർജ് എന്താവുകയാണ്, ഹീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു
ഇലക്ട്രിക്കൽ ഈക്വലൻ്റ് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഇലക്ട്രിക്കൽ ഈക്വലൻ്റ് ഡയഗ്രം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് പ്രീ ഹീറ്റിംഗ് ഓഫ് പ്ലാസ്റ്റിക് പെർഫോംസ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? രണ്ടാമത്തത് വുഡ് ഗ്ലൂയിങ്, അതായത് വുഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂയിങ് പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പം നന്നായിട്ട് അവിടെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ കുറച്ച് ഹീറ്റും കൂടി വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കും. അതേപോലെ ഫുഡ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കും, പിന്നെ കെമിക്കൽ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കും, പിന്നെ ഡ്രൈയിങ് ഓഫ് വുഡ് ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ക്ലിയർ ആവുണ്ടോ? ഇതൊക്കെയാണ് ഡൈലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഡൈലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പാർട്ട് എയും നമ്മൾ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, പാർട്ട് ബിയിലും നമ്മൾ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂളിലെ ഓൾമോസ്റ്റ് 95% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ ഏരിയാസും നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തേർഡ് മൊഡ്യൂളിൽ നിന്ന് പഠിക്കുക. തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്സ്.